ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ആസ് قال رسول الله صلى الله عليه وسلم إن للصائم عند فطره لدعوة ما ترد. ഇബ്നു മാജ. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമർ ബിൻ ആസ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോമ്പുകാരന് അവൻ്റെ ഇഫ്താരിയുടെ സമയത്ത് ഒരു പ്രത്യേക സന്ദർഭം വരുന്നു. ആ സന്ദർഭത്തിൽ അവൻ്റെ ദുആകൾ ഒരിക്കലും തന്നെ തിരസ്കരിക്കപ്പെടുന്നതല്ല. ഇന്നത്തെ ദർസിൻ്റെ വിഷയം റമദാനും ദുആയും എന്നതാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അള്ളാഹു എല്ലാ കാലത്തും അവൻ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട് എന്നും ഇനിയും നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതുമാണ് ഇസ്ലാം പ്രഘോഷിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തൻ്റെ സിഫത്തുകളിൽ താൻ സംസാരിക്കുന്നവനാണ് എന്നും താൻ ദുആകൾക്ക് മറുപടി കൊടുക്കുന്നവനാണ് എന്നും ഒക്കെ പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നു. ദുആയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, റമദാനുമായുള്ള ദുആയുടെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് എടുത്തു പറയുന്നത്, വൈദ സാലക ഇബാദി അന്നി ഫൈന്നി ഖരീബ് ഉജീബു ദഅവത്ത ദായി ഇദാ ദാൻ ഫൽയസ്തജീബു ലി വൽ യുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അതായത്, എൻ്റെ ദാസൻ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സമീപസ്ഥനാകുന്നു. അവൻ ഞാൻ വിളിക്കുമ്പോൾ മറുപടി നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്നിൽ വിശ്വാസം ഉള്ളവനുമായിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ കഴിയുന്നതുമാണ്. ഇത് നോമ്പിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ലക്ഷ്യബോധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു നോമ്പുകാരൻ അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെ സജീവമാക്കുന്നതിനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ തുറന്നു തരുന്നത്. മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് അവൻ നോമ്പ് കാലത്ത് കൂടുതലായി അള്ളാഹുവിലേക്ക് ചായുന്നതിനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്നു. ഈ പരിശീലനത്തിലൂടെ മറ്റൊന്ന് അവൻ സ്വായത്തമാക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള സജീവമായ ബന്ധമാണ്. ആ ബന്ധത്തിലൂടെ അവൻ്റെ ദുആകൾക്ക് സ്വീകാര്യത ലഭ്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ചായുന്നതോടൊപ്പം തന്നെ അവന് ലഭ്യമാകുന്ന ഈ ദുആയുടെ സ്വീകാര്യത അവൻ്റെ ജീവിതത്തിൽ മുഴുവനും അവന് സ്വായത്തമാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പരിശീലന വേദിയാണ് വാസ്തവത്തിൽ റമദാൻ മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇതുവരെ തൗഫീക്ക് കിട്ടാത്തവർക്ക് ഈ റമദാനിൽ അത് പരിശീലിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാവുന്നതാണ്. അങ്ങനെ സൗഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് ഈ റമദാൻ ഒരു നിമിത്തമാകേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഈ റമദാൻ മാസമാണ് അവൻ്റെ ദുആകളെ കൂടുതൽ അവൻ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനും അതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമുള്ള ഒരവസരം അവൻ്റെ ജീവിതത്തിൽ കിട്ടുകയാണ്. അങ്ങനെ ആ മാധുര്യം ഉണയുകയും അത് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ റമദാൻ അവന് സാർത്ഥകമായി തീരുന്നത്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ദുആക്കുള്ള ബന്ധം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുമ്പോൾ ദുആ എന്താണ് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതി എന്താണ് പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ എന്നതിനെ സംബന്ധിച്ച്
മസീഹ് ഇസ്ലാം തൻ്റെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ വളരെ ചെറിയൊരു പുസ്തകമാണ് ബർക്കാത്തു ദുആ, എന്താണ് പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് തുടങ്ങുന്നത് തന്നെ ദുആക്കി മാഹിയത്ത് യേഹെ, അത് ദുആയുടെ യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് ഇസ്ലാം അവിടെ അള്ളാഹുവിനോട് സജീവമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി അവൻ്റെ മുന്നിൽ മറ്റെല്ലാത്തിനെയും അവൻ ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായും അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രദ്ധയും അവൻ്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അവൻ്റെ അഭിലാഷങ്ങളും അവൻ്റെ എല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ ആ തിരുമുന്നിൽ കുമ്പിടുമ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊന്നും തന്നെ അവൻ്റെ മുന്നിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് അള്ളാഹുവിനോട് അവൻ സഹായം തേടുന്ന സമയത്ത് ആ അള്ളാഹു ഭൗതികമായ സാഹചര്യങ്ങളെപ്പോലും മാറ്റിക്കൊണ്ട് അവന് വേണ്ടി അവൻ്റെ ആ ദുആകൾ സ്വീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ആ ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുആ സ്വീകാര്യതയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട അനിവാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംബന്ധിച്ച് ദുആ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു ഒന്നുകിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് നൽകുന്നു, അതല്ല നമുക്കത് അനുഗുണമല്ല എന്ന് കാണുമ്പോൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാം അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, ഒരു മാതാവിൻ്റെ അടുത്ത് ഒരു കുട്ടി ആ മാതാവിനോട് ഒരു പാമ്പിനോട് കൂടെ കളിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കനൽക്കട്ടി എടുത്ത് തൻ്റെ കയ്യിൽ വെച്ച് തരണമെന്ന് പറഞ്ഞ് ചാഢ്യം പിടിക്കുകയാണെങ്കിൽ ആ മാതാവ് ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. കാരണം കുട്ടിയെ വളരെയധികം സ്നേഹമില്ല ആ മാതാവ് പോലും കൊടുക്കാത്തതിന് എന്താണ് കാരണം? ആ കുട്ടിക്ക് അത് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ദോഷം വരുത്തുമെന്ന് ആ മാതാവിനറിയാം. അതുപോലെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും അതുപോലെ തന്നെ നന്മയുമാണ്. അത് നമുക്ക് അങ്ങനെ അല്ല അതിൻ്റെ പര്യവസാനം എന്ന് കാണുമ്പോൾ അള്ളാഹു അത് നമുക്ക് നൽകുന്നില്ല. അതേസമയം ഹദ്റത്ത് മസീഹ് ഇസ്ലാം അതിനെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അത്തരത്തിലുള്ള ദുആകൾ പാഴായി പോകുമെന്ന് കരുതേണ്ടതില്ല, അള്ളാഹു അതെല്ലാം നമുക്കൊരു ഖജനാവായിക്കൊണ്ട് അടുത്ത ലോകത്ത് തീർച്ചയായും നൽകുന്നതാണ് എന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ദുആകളെ നമ്മൾ കൂടുതലായിക്കൊണ്ട് ഈ മാസത്തിൽ ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കൂടുതൽ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് ഈ ഒരു മാസത്തെ നമ്മൾ നിമിത്തമാക്കി തീർക്കുകയും അതിനുള്ളൊരു പരിശീലന കളരിയായിക്കൊണ്ട് ഈ മാസത്തെ നാമും നമ്മുടെ തലമുറകളും നമ്മുടെ മക്കളും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ റമദാൻ നമുക്ക് സാർത്ഥകമായി തീരുന്നു. മറ്റൊരു സംഗതി ഇതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ്റെ ആ ദുആകൾ അർശിങ്കലോളം എത്തുന്നുവെന്നും അങ്ങനെ അർശിൽ നിന്ന് അവൻ്റെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതിനുള്ള കൽപ്പനകൾ ഇറങ്ങുന്നു എന്നതുമാണ് ഇസ്ലാമിക പാഠം. അതുകൊണ്ട് തന്നെ ഈ ദുആയെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞത് അത് വളരെ ശക്തമായൊരു ആയുധമാകുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ തിരുമുന്നിൽ കരഞ്ഞു വിലപിക്കുമ്പോൾ ഗതിമുട്ടിയവന് ആ അള്ളാഹു അല്ലാതെ മറ്റാരാണ് അവന് അഭയദാതാവായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു സന്ദർഭത്തിൽ എടുത്തു ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ദുആകളാണ് അള്ളാഹുവിൻ്റെ ശ്രദ്ധയെ നമ്മിലേക്ക് ആകർഷിക്കുന്നത്. മസീഹ് ഇസ്ലാം പറയുന്നത്, ഒരു പിഞ്ചു പൈതൽ കരഞ്ഞുകൊണ്ട് ആ കരയിൽ മാത്രമാണ് അവനെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് നമ്മുടെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ കൂടുതൽ കണ്ണീര് കൊണ്ട് നനയ്ക്കുകയാണെങ്കിൽ ആ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ വർഷപാതം നമ്മിലേക്കും ഉണ്ടാകുമെന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നു. അപ്പോൾ ഈ ദുആയിലൂടെയാണ് നമുക്കെല്ലാം നേടാൻ കഴിയുന്നത്. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒന്നും തന്നെ സാധ്യമാകില്ല എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മക്ക മണലാരണ്യത്തിൽ സംഭവിച്ച അത്ഭുതം അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഏതാനും ദിവസങ്ങൾ കൊണ്ട് കുരുടന്മാരുടെ കണ്ണുകൾ കാഴ്ചയുള്ളവയായി തീർന്നു, ബധിരന്മാരുടെ കാതുകൾക്ക് കേൾവി ശക്തി കിട്ടി, ഊമകളുടെ നാവുകളിലൂടെ വിജ്ഞാനങ്ങൾ വന്നു തുടങ്ങി. ഈ വമ്പിച്ച മാറ്റത്തിന് എന്താണ് കാരണമെന്നറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ഒരു മഹാത്മാവ് ഉയർത്തിയ ദുആകളായിരുന്നു. അന്ത്യയാമങ്ങളിൽ ഉയർത്തിയ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉയർത്തിയ ദുആകളുടെ പരിണിത ഫലമായിരുന്നു അത് എന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞത് ദുആ വലിയൊരു ആയുധമാണ് എന്നാണ്. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ തണൽ നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ്. നമുക്ക് റമദാനെ ദുആകളുടെ മാസമാക്കി മാറ്റുന്നതിനും
അങ്ങനെ അള്ളാഹുവുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്നതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.